അസ്സലാമലൈക്കും. എന്തായി മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിന്, പിന്നെ എല്ലാവരും സപ്പോർട്ടാക്കണം. പിന്നെ എൻ്റെ ആങ്ങളെയും കൂടെല്ലാം വന്നിട്ടുണ്ടായി. വരുമ്പോൾ ഓന് മീനും പച്ചക്കറിയെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായി. എല്ലാം കറിയെല്ലാം ആക്കി. പിന്നെ എൻ്റെ മരിയോളെ ഏട്ടത്തിയും പിള്ളേരെല്ലാം വന്നിനായി. ഇന്ന് സ്കൂളില്ലാത്തല്ലേ. ഞാനൊരു ബീൻസിൻ്റെ കറിയാക്കുന്ന നോക്കിങ്ങോ. ഞാൻ ഇതാക്കുന്ന ഇങ്ങനെ ഞങ്ങൾ ഇടാക്കൽ ഇങ്ങനെ ആക്കുന്ന അറിയാല. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയോ. ചട്ടി ചൂടായിട്ടാകുമ്പോൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിച്ചിട്ട് കാട് ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളിയല്ലേ, വെളുത്തുള്ളി കുറച്ച് കുത്തിയിട്ടിട്ട് പിന്നെ നീരുള്ളി കുറച്ച് ഇട്ടിട്ട് പിന്നെ എനിക്ക് കറിവേപ്പിലിട്ട് പിന്നെ 2 പച്ചമുളക് ഇട്ട് എന്നിട്ട് കുറച്ചിങ്ങനെ വാട്ടണം. വാട്ടിയിട്ട് ആകുമ്പോൾക്ക് രസം കണ്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച ബീൻസ് ഇടണം. ഇങ്ങനെ അരിയണോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ എൻ്റെ ആങ്ങളെ വരുമ്പോഴേക്ക് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായി. അതിനെ കുറച്ച് നല്ല കല്ലിൽ ഇറച്ചിട്ട്, ഞങ്ങൾ ജ്യൂസിലെല്ലാം കല്ലിൽ ഇറച്ചിട്ട് അതിൻ്റെ ദിവസം കറിയെല്ലാം ആക്കി നല്ല ചാറായിന്. മത്തീൻ്റെ നല്ല മുട്ടയെല്ലാം ഉണ്ടായിന്. അതിൽ ചാറാക്കി പിന്നെ ബീൻസ് വറവാക്കി. ഈ കറീൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇടാവോ, ചാനലിലിടാം. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ആക്കണം, സപ്പോർട്ടാക്കണം. നിങ്ങളെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണമാവാ. അതിൽ തന്നെ കുറച്ച് മത്തി എടുത്തിട്ട് നമുക്ക് കായ്ക്കാൻ നൽകിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ അതിൽ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് പാങ്ങലെ കയ്യിൽ പുരട്ടിയിട്ട് വെക്കണവാ. നല്ല പാങ്ങല ഞൊണ്ടിയിട്ട് വെക്കണം. നല്ല ഉപ്പും മുളകും പുളിയും ഇതെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നല്ല പാങ്ങല ഞൊണ്ടിയിട്ട് വെക്കേ. നല്ലതാണ് മത്തി, നല്ല പാങ്ങുണ്ട്. പിന്നെ അമ്മ ബീൻസ് വെച്ചിട്ടില്ല ഞാൻ അടുപ്പിൽ. അതിനെ നോക്കാൻ പോയി അതിൽ കുറച്ച് ഉപ്പിട്ടത് ഞാൻ കാണിച്ചിട്ടാ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് വെന്തുകൊണ്ട് വന്നിനായി. ഞാൻ കുറച്ച് വെള്ളപ്പയർ വറവാക്കിനായി. അതിൻ്റെ വറവ് ആയി. അങ്ങനെ പിന്നെ മീനിൻ്റെ ചാറുമായി. നമുക്ക് നല്ല മീനിൻ്റെ ചാറായി, അടിപൊളി. പിന്നെ അതാ ഞാൻ വേഗം വെച്ച ബീൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ല വെന്തുകൊണ്ട് വന്നിട്ടാകുമ്പോൾ അവിടെ തന്നെ കുറച്ചിങ്ങനെ ഇതാക്കി മറിച്ചിട്ട് മൂടിയിട്ട് വെച്ച്. അങ്ങനെ നമ്മളെ കൊച്ചിലത്തെ പണിയെല്ലാം ഒരുങ്ങി. അങ്ങനെ എന്താക്കി, ഇന്നലെ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഒരു മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അങ്ങനെ അവരെല്ലാം ഉണ്ടല്ലേ, ആങ്ങളുടെ ഓള് പിന്നെ അവളെ ഏട്ടത്തിയെല്ലാം ഉണ്ട്, മരുമോളെ ഏട്ടത്തിയെല്ലാം ഉണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും അങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് പിള്ളേർ ഞങ്ങളെല്ലാം അങ്ങനെ തിന്ന്. അങ്ങനെ അത് ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായിന്. പച്ച മാങ്ങ അല്ലേ, ഇപ്പം എല്ലാം ഏകദേശം പൂത്തല് കിട്ടുന്ന. അങ്ങനെ അതെല്ലാവരും തിന്നോണുണ്ട്. എൻ്റെ ആങ്ങളുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം ഇങ്ങനെ തിന്നുകൊണ്ട് ഇതായിക്കൊണ്ട് ഉണ്ട്. പിന്നെന്താ, വേറെ എന്താ വിഷയമല്ല മക്കളെ. ഇത് എൻ്റെ ആങ്ങള, ഇത് എല്ലാവരും ഇരുന്നിട്ട് തിന്നോണുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചാൽ അങ്ങനെ നമ്മൾ കുറച്ച് മീൻ പരക്കിയിട്ട് വെച്ചിട്ടുണ്ടായല്ലേ. അതിനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കറിച്ചപ്പലിട്ട് അതിലേക്ക് മീനെല്ലാം പരക്കിയിട്ട് വെച്ച് മത്തിനെല്ലാം വെച്ച് പിന്നെ നമ്മൾ ചോറ് വാങ്ങി ചോറ് വയ്ക്കാൻ എന്നിട്ട് പിന്നെ ചോറ് വിളമ്പി. അങ്ങനെ എല്ലാവരും ചോറ് വയ്ക്കാനിരുന്നൊക്കത്തെ ചോറെല്ലാം വയ്ക്കുന്നുണ്ട്. മീൻ കറി, ചോറ്, ഉപ്പേരി, പിന്നെ പപ്പടം പൊരിച്ചത്, മത്തി പൊരിച്ചത്. അതാ പിള്ളേരുടെ അത് കഴിഞ്ഞിട്ട് ബേസിറ്റായിട്ട് പിള്ളേരെല്ലാം ഡാൻസ് ഉണ്ട്. കുറേ ആയി അവർ കാണാത്ത. സ്കൂളെല്ലാം ഉണ്ടല്ലേ. ഇപ്പം ഇന്ന് സ്കൂളിൽ ലീവ് ആയിട്ട് പിള്ളേരെല്ലൊക്കെ കൂടിയിട്ടുള്ള കളിക്കുന്നത്. പിന്നെ അത് അവർ വന്നു, ഒരു പാർട്ടിക്കാർ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കായ് കായ്ച്ചതും ചായ ആക്കിനായി, അതും കുടിച്ചത് അവർ പോയി. ഇത് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ മക്കളെ. പിന്നെ എല്ലാവരും ഇതിനെ ഷെയർ ആക്കണം, സപ്പോർട്ടാക്കണം. അസ്സലാമലൈക്കും. ഇൻഷാ അല്ലാഹ്.